ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ KP വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി റെസിപ്പിയാട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ചൗവരി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ആദ്യമായിട്ട് തന്നെ കുറച്ച് ചൗവരി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബൗളിന് ഒരു ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകി കൊടുന്നിട്ട് നമ്മൾ തിളച്ച വെള്ളമാണ് കേട്ടോ ഇതിൽ ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് വെച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇത് നല്ലതുപോലെ കുതിർന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ അടിപൊളിയായിട്ട് കഴുകിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെള്ളം നിൽക്കുന്ന രൂപത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഞാൻ അരമണിക്കൂറൊന്നുമല്ല, ഞാൻ ഒരു മണിക്കൂറോളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരമണിക്കൂർ വെച്ചാൽ തന്നെ അത്യാവശ്യം നല്ല പോലെ കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ അതിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് നല്ല ഉടഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്ത് പിന്നെ കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ ഉടച്ചെടുക്കുമ്പോൾ തന്നെ നല്ല പോലെ ഉടഞ്ഞ് കിട്ടും കേട്ടോ. കണ്ടോ, നല്ല പോലെ കുതിർന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കൂടുതൽ വേവിക്കാനൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഉടച്ചെടുത്ത് പിന്നെ ഞാൻ കൈ വെച്ചിട്ടും നല്ല പോലെ ഉടച്ചെടുത്താണ് കേട്ടോ. ഇനി ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ കയ്യിലൊക്കെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ കയ്യിൽ ഒന്ന് നെയ്യൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിൽ വേണോ എത്ര വലുപ്പത്തിൽ വേണമെങ്കിൽ അതുപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ഓരോ ഉരുളകളാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഓരോ ഉരുളകളാണ് കേട്ടോ ഞാൻ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ ഉരുളകളും ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്ക് എത്ര വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചൗവരിയിട്ട് കുതിർത്തിയെടുക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇത്രയും ഉണ്ടാക്കി വെച്ച ഇതിക്ക് വേണ്ടത് 3 കപ്പ് പാലാണ് കേട്ടോ. ഏകദേശം 1 ലിറ്റർ പാലാണ്. അപ്പോൾ ഞാൻ 3 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ ഫുള്ളായിട്ട് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിവിടെ ഉരുട്ടി വെച്ചിട്ടുള്ള ഈ ചൗവരിയുടെ ഓരോ ഉരുളകളുണ്ടല്ലോ അതതിക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അതിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ പോയിട്ടുണ്ടാവും. പിന്നെ അതൊന്ന് വെന്ത് അതിൻ്റെ പാകമായി വരുമ്പോൾ അതിങ്ങനെ മേലെ പൊന്തി നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇതിങ്ങനെ മേലേക്ക് പൊന്തി വരുമ്പോൾ നമ്മൾ മധുരം ചേർക്കണം. മധുരത്തിന് പഞ്ചസാര വേണ്ടവർക്ക് അത് ചേർക്കാം. ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർക്കുമ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റാണ് കേട്ടോ. പഞ്ചസാരനേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിട്ട് കൊടുത്തതിൻ്റെ ശേഷം ചെറിയ തീയിലിട്ടിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഏകദേശം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ബോൾസൊക്കെ ഇങ്ങനെ മേലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് മധുരത്തിനുള്ള മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് അടിയിൽ പിടിച്ച് പോകും കേട്ടോ. പിന്നെ പെട്ടെന്ന് കരിഞ്ഞും പോവും. അപ്പോൾ നല്ല പോലെ ഇളക്കി കൊടുക്കട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 2 സ്പൂണ് കസ്റ്റാർഡ് പൗഡറും 1/2 കപ്പ് പാലിൽ കട്ടയൊന്നും കൂടാതെ കലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വാനില എസൻസിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നമുക്ക് എത്ര ടൈറ്റ് ആവണം അത്ര എടുക്കാൻ ഞാൻ 2 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു പാകത്തിനുള്ളൊരു ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓവർ കട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നും, എന്നാൽ ലൂസാവാനും പറ്റൂല കേട്ടോ. അപ്പോൾ ഇത് മിൽക്ക് മെയ്ഡൊക്കെ ആയപ്പോൾ തന്നെ ഒരുവിധം ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി അതും കൂടെ പാർന്ന് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതും കൂടെ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് തീ കൂട്ടി വെക്കരുത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ ഉണ്ടാക്കട്ടോ. എന്താണെന്ന് വെച്ചാൽ പാലല്ലേ, തീ കൂട്ടി വെക്കുമ്പോൾ തിളച്ച് പോവും. അപ്പം ഞാൻ ചെറിയ പാത്രത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ ഈ ബോൾസോളൊക്കെ കണ്ടില്ലേ മേലൊക്കെ പൊന്തി വന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടു. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമല്ലോ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. ഈ ചൂടുകാലത്തൊക്കെ നമുക്ക് കഴിക്കും ചെയ്യാം. പിന്നെ ഇപ്പം മഴയൊക്കെയാണ്, പക്ഷേ ചൂടുകാലത്തൊക്കെ നമുക്കത് കഴിക്കട്ടോ. അപ്പോൾ ഇത് ചൂട് കൊടുക്കണ വേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്ന് തണുപ്പിച്ചതിൻ്റെ ശേഷം കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മളിത് ഓഫ് ചെയ്യുമ്പോൾ ഇതിലേക്കൊരു നുള്ളി ഏലക്കട പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല കഴിക്കാൻ തോന്നണില്ലേ.
ഇങ്ങനെ അതിൻ്റെ ബോൾസൊക്കെ മേലെ ഇങ്ങനെ പൊന്തി നിൽക്കണ കണ്ടില്ലേ, ഇതൊക്കെ നല്ല പോലെ വെന്തിട്ടാട്ടോ ഇങ്ങനെ പൊന്തി വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെമ്പട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം, അതിന് വേണ്ടിയിട്ട് വെച്ചത്. അപ്പോൾ ഇതാ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാണ് കേട്ടോ. ഇപ്പാക്ക് ഒന്ന് കൊടുത്തു നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറേ നേരമായി ചോദിക്കുന്നു എന്താണ് ഇത് ഉണ്ടാക്കിയെന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം ഞാനിങ്ങൾക്ക് കൊടുന്നേരാന്നൊക്കെ പറഞ്ഞു. കണ്ടോ നല്ല ടേസ്റ്റാണിത്, ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യത്തിന് നമ്മൾ സ്പൂൺ കൊണ്ട് കോരി കഴിക്കേണ്ട ഒരു കട്ടിയിലൊക്കെ വന്നിട്ടുണ്ട്. കൂടുതൽ കട്ടിയാവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കസ്റ്റർഡ് പൗഡർ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഈ ഒരു രീതിക്കാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചോദിക്കണേ ഞാൻ കഴിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കഴിച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ എടുത്ത് കഴിച്ച് നോക്കിയിട്ട് പറയണം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയട്ടെ. എന്തായാലും പാലും മിൽക്ക് മെയ്ഡും ആകുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആണല്ലോ. പിന്നെ ഈ സാധനങ്ങളും കൂടി ഇട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു. അസ്സലാമു അലൈക്കും.